1891 രത്നഗിരി ജില്ലയിലാണ് ബി.ആർ. അംബേദ്കർ ജനിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. ആധുനിക മനു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ബി.ആർ. അംബേദ്കറുടെ ആദ്യകാല പേര് ഭീമറാവു അംബേദ്കർ എന്നായിരുന്നു. അംബേദ്കറുടെ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അയിത്തജാതി മഹർ ജാതിയാണ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ബി.ആർ. അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയും ബി.ആർ. അംബേദ്കർ ആയിരുന്നു. ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച മതനേതാവാണ് ബി.ആർ. അംബേദ്കർ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറായിരുന്ന ഭാരതീയനാണ് ബി.ആർ. അംബേദ്കർ. 1936 ബി.ആർ. അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി. 1942 അംബേദ്കർ ആരംഭിച്ച സംഘടന ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അംബേദ്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ച വർഷം 1945 ഭരണഘടന രൂപവത്കരിക്കുന്നതിനുള്ള കരട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ ആയിരുന്നു. അംബേദ്കർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച കാരണം ഹിന്ദു കോഡ് ബില്ലിൻ്റെ പരാജയത്തെ തുടർന്നാണ്. ഞാൻ ഒരു ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഹിന്ദുവായല്ല മരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് അംബേദ്കറാണ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പ്രഖ്യാപിച്ചതും അംബേദ്കറാണ്. അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ മുഗനായിക്, ബഹിഷ്കൃത ഭാരത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അംബേദ്കറിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ബാബാ സാഹിബ് എന്നാണ്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് 1956 അംബേദ്കർ അന്തരിച്ച വർഷം 1956 തന്നെയാണ്. അംബേദ്കറുടെ സമാധി സ്ഥലം ചൈതന്യ ഭൂമി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും അംബേദ്കറെയാണ്.